ഒമാനിലേക്ക് വരുന്ന യാത്രക്കാർക്കായുള്ള നിർദ്ദേശങ്ങൾ ഓർമ്മിപ്പിച്ച് കസ്റ്റംസ് അതോറിറ്റി 6000 റിയാലിന് തുല്യമായ കറൻസി, ഈ മൂല്യം വരുന്ന സ്വർണം പോലെയുള്ളവയും കൈവശം വെച്ച് രാജ്യത്തേക്ക് വരുന്ന യാത്രക്കാരൻ ഇക്കാര്യം കസ്റ്റംസ് ഉദ്യോഗസ്ഥനോട് വെളിപ്പെടുത്തണം. തെറ്റായ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ 3 വർഷം വരെ തടവും 10,000 റിയാലിൽ കൂടാത്ത പിഴയും ശിക്ഷ ലഭിക്കും. 6000 ഒമാനി റിയാൽ, ഈ മൂല്യമുള്ള മറ്റു കറൻസി, ചെക്കുകൾ, അമൂല്യ ലോഹങ്ങൾ, സ്വർണം, വജ്രം തുടങ്ങിയവ കൈവശം വെച്ച് രാജ്യത്തേക്കോ പുറത്തേക്കോ പോകുന്ന യാത്രക്കാർ ഇക്കാര്യങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥനോട് വെളിപ്പെടുത്തണം. കസ്റ്റംസ് വെബ്സൈറ്റ് മുഖേന ഡിക്ലറേഷൻ നടത്താം. യാത്രികർ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ കനത്ത പിഴ നൽകേണ്ടി വരും. ഭീകരവാദ ധനസഹായത്തിനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിലെ ആർട്ടിക്കിൾ 98 പ്രകാരം 3 വർഷം വരെ തടവും 10,000 റിയാലിൽ കൂടാത്ത പിഴയും ലഭിക്കും. സ്ഥാപനങ്ങളാണ് നിയമലംഘനം നടത്തുന്നതെങ്കിൽ 10,000 റിയാലിൽ താഴെ പിഴയും ലംഘനത്തിൽ ഉൾപ്പെട്ട ഫണ്ടുകൾ കണ്ടുകെട്ടലുമാണ് ശിക്ഷ. വ്യക്തിഗത ഉപയോഗത്തിനുള്ള വീഡിയോ ക്യാമറ, സംഗീതോപകരണങ്ങൾ, മൊബൈൽ, വ്യക്തിഗത ആഭരണങ്ങൾ തുടങ്ങി കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കിയവ ഗൈഡിൽ വിശദീകരിക്കുന്നുണ്ട്. അനുവദനീയമായ സിഗരറ്റുകൾ കൈവശം വെക്കുന്ന യാത്രക്കാരന് 18 വയസ്സ് തികഞ്ഞയാളാകണം. മരുന്നുകൾ, മെഡിക്കൽ മെഷീനുകൾ, ജീവനുള്ള മൃഗങ്ങൾ, സസ്യങ്ങൾ, വളങ്ങൾ, കീടനാശിനികൾ തുടങ്ങി അധികാരികളിൽ നിന്നുള്ള അംഗീകാരം നേടേണ്ടവയെക്കുറിച്ചും വിശദമാക്കുന്നുണ്ട്. മയക്കുമരുന്നുകൾ, സൈക്കോട്രോപിക് വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ, റൈഫിളുകൾ തുടങ്ങി നിരോധിച്ച വസ്തുക്കളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്.